എന്താണ് പ്രോപ്പറായിട്ടുള്ള നടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? നമുക്ക് ആ 5 മെയിൻ പ്രോബ്ലംസിൻ്റെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുമായിരിക്കും. കൺജനിറ്റലായിട്ട് പ്രോബ്ലംസിന് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ്, ഓപ്പറേഷൻ, സർജറി ഒക്കെ വേണ്ടി വന്നേക്കാം. ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാം, മനസ്സിലായി. പിന്നെ ക്യാൻസറിൻ്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്യേണ്ടി വരും. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസ്കിൻ്റെ തള്ളൽ, ഞരമ്പിൻ്റെ ഞെരുക്കം, ആ ഒരു ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ്, തേയ്മാനം, ഇതിൻ്റെയൊക്കെ ആണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ആൾക്കാരിൽ കാണുന്ന ഒരു പ്രോബ്ലം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിനെ 3ആയിട്ട് തരംതിരിക്കാം: മെഡിക്കൽ, സർജിക്കൽ, റീഹാബിലിറ്റേഷൻ. മെഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ വേദനയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. മസിൽ സ്പാസം വന്നു, മസിൽ റിലാക്സൻ്റ് കൊടുക്കാം. വേദന വന്നു, വേദനയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കാം. ന്യൂറാൾജിക് പെയിൻ, അതിന് പറ്റുന്ന മെഡിസിൻസ് നമുക്ക് കൊടുക്കാം. അതുപോലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതായത് ഇതൊരു മെക്കാനിക്കൽ കംപ്രഷൻ ആവാം. ഡിസ്ക് തള്ളിയിട്ട് ഒരു പ്രൊട്രൂഷൻ, ബൾജ്, പ്രൊട്രൂഷൻ, പ്രൊലാപ്സ്, എക്സ്ട്രൂഷൻ, അങ്ങനെ പല സ്റ്റേജിലാണ് ഈ സ്പൈനൽ കോഡിന് അല്ലെങ്കിൽ നെർവ്സിനെ ഞെരുക്കുന്നത്. ഡിസ്ക് കശേരുക്കളുടെ ഇടയിൽ കൂടെ തള്ളി വരുന്നത്. ഇതൊരു മെക്കാനിക്കൽ കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ മരുന്ന് കൊണ്ട് ചിലപ്പം ആ ഒരു വീക്കം കുറയണമെന്നില്ല, അല്ലെങ്കിൽ അത് കുറയാൻ ഒരുപാട് താമസം എടുക്കുമായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ മെക്കാനിക്കലായിട്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് മിനിമലി ഇൻവേസീവ് ആവാം, അല്ലെങ്കിൽ പണ്ടൊക്കെ മുഴുവനും തുറന്ന്, ഇപ്പോൾ അതിൽ കുറഞ്ഞ് മിനിമലി ഇൻവേസീവിൽ നിന്ന് എൻഡോസ്കോപ്പിക്ക്, അങ്ങനെ വളരെ ചെറിയ ഹോൾ കൂടെ നമ്മൾ അത് കയറി ആ തള്ളിയിരിക്കുന്ന ഡിസ്കിനെ മാത്രം നമ്മൾ അത് എടുത്ത് കളയാന്നുള്ളതാണ്. അപ്പോൾ ആ മെക്കാനിക്കൽ നമ്മൾ ഡീകംപ്രഷൻ ചെയ്യും. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ നെർവിനെ ഞെരുക്കുന്ന ആ ഒരു ഡിസ്കിൻ്റെ ഭാഗത്തെ നമ്മൾ എടുത്ത് കളയുമ്പോൾ അവിടെ ആ ഒരു റിലീഫ് ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്ന ഉദ്ദേശം, മനസ്സിലായില്ലേ? പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മറ്റു പലതും ഉണ്ട്. ഒരു തേയ്മാനം വന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കശേരുകൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ തേയ്മാനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ഓപ്പൺ ചെയ്ത് ആ ഒരു മോഷൻ സെഗ്മെൻ്റ് എന്ന് പറയും, മൂവ് ചെയ്യുന്ന ആ ഒരു കശേരുക്കളും ആ ഡിസ്കും അതെല്ലാം കൂടെ കമ്പിയിട്ട് സ്ക്രൂ ഇട്ട് ഉറപ്പിച്ച് ആ ഭാഗം അനക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് കുറയും. അത്രയും ഭാഗത്ത് മാത്രം, അല്ലാതെ ഓവറോൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും ബുദ്ധിമുട്ടും സംഭവിക്കില്ല. അത്രയും ഭാഗത്ത് മൂവ്മെൻറ്റ് കുറയുമ്പോൾ വേദന കുറയും, ആ പെയിനുള്ള അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് പലപ്പോഴും കോമൺ ആയിട്ട് നമ്മൾ സർജിക്കലി ചെയ്യാറുള്ളത്. പിന്നെ വരുന്നത് റീഹാബിലിറ്റേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം പലപ്പോഴും ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ഞാൻ ആ ഡിസ്കിൻ്റെ തള്ളൽ വന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മെഡിസിൻസ് നമ്മൾ കഴിച്ചു വേദന കുറഞ്ഞെന്ന് പറഞ്ഞു, ഇതെല്ലാം ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. 33 ഡിസ്കുകളും വേണ്ടി ആ ഒരു പീസ് മാറി എന്ന് കരുതി നാളെ ഒരു കാലത്ത് പിന്നെയും വേറൊരു ഡിസ്കിൻ്റെ തള്ളൽ വന്നൂടെ? അപ്പോൾ അത് വരാതിരിക്കാൻ എന്താണ് വഴി? എക്സസൈസസ്, ഫിസിയോതെറാപ്പി, റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. സർജറി ചെയ്യുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഒരു പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ വയറ്റിൽ നിന്ന് പോകാനുള്ള അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനുള്ള ആ ഒരു ഞരമ്പുകൾക്ക് പ്രശ്നം വന്നിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് കരുതുക. അതിൻ്റെ കൺട്രോളൊക്കെ തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആ മസിൽസിൻ്റെ ബലം തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള എക്സർസൈസസ് റെഗുലറായിട്ട് ചെയ്യണം. ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞാൽ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള മെഷീൻസ് ഉണ്ട്. അൾട്രാസൗണ്ട് തെറാപ്പി, ഇൻഫ്രാറെഡ്, ഇൻ്റർഫറൻഷ്യൽ കറണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഷോക്ക് വേവ് ഡയതെർമി, ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നെർവ് സ്റ്റിമുലേഷൻ അല്ലെ ടെൻസ്, ഇങ്ങനെ പല പല മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചൂട് പിടിക്കുക, അങ്ങനത്തെ പല മെഷീൻസ് അല്ലെ മൊഡാലിറ്റീസ് വഴി നമുക്ക് ഫിസിയോതെറാപ്പി ഈ വേദനകൾ കുറയ്ക്കാനുള്ള കാര്യങ്ങളും ഉണ്ട്. പ്ലസ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും എക്സസൈസ് എന്ന് പറയുന്നത് അത് മാത്രമല്ല, ഒരുപാട് മൊഡാലിറ്റീസ് ഉണ്ട്. എക്സസൈസസും അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന റീഹാബിലിറ്റേഷനും ആണ് ഈ 3ാമത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നും പറയുന്നത്.